രഞ്ജിത്തിനെതിരെ ബംഗാളി നടി നൽകിയ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന്. SP ജി പൂങ്കുടിലേക്ക് അന്വേഷണ ചുമതല. നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയേക്കും. മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കാൻ രഞ്ജിത്തിനെതിരെ തൽക്കാലം നടപടിയില്ലെന്ന് ഫെഫ്ക. ലൈംഗിക അതിക്രമത്തിൽ മുകേഷിനും ജയസൂര്യയ്ക്കുമെതിരെ നടി മിനു മുനീർ പരാതി നൽകും. മണിയൻപിള്ള രാജുവിനും ഇടവേള ബാബുവിനുമെതിരെയും പരാതി. പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുക ഇമെയിൽ വഴി. ആരോപണങ്ങൾക്കിടെ അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ യോഗം ചേരുന്നതിൽ അനിശ്ചിതത്വം. കോഴിക്കോട് വിലങ്ങാട് മഴയ്ക്ക് ശമനം. വിലങ്ങാട് ടൗൺ പാലം പരിശോധിച്ച ശേഷം തുറന്നുകൊടുക്കും. ഉരുൾപൊട്ടൽ നാശം വിതച്ച മഞ്ഞച്ചിളയിൽ നിന്ന് 30ഓളം പേരെ മാറ്റി താമസിപ്പിച്ചു. തഹസീൽദാർ ഉൾപ്പെടെയുള്ളവർ വിലങ്ങാട് സന്ദർശിക്കും. പത്തനംതിട്ട റാന്നിയിൽ പച്ചക്കറി വ്യാപാരിയെ വെട്ടിക്കൊന്നു. കൊലപാതകം ക്യാരറ്റ് എടുത്ത് കഴിച്ചത് ചോദ്യം ചെയ്തതിലെ തർക്കത്തെ തുടർന്ന്. കൊല്ലപ്പെട്ടത് ചേർത്തലയ്ക്കൽ സ്വദേശി അനിൽകുമാർ. അനിലിന്റെ ഭാര്യ മഹാലക്ഷ്മിക്കും വെട്ടേറ്റു. വയനാട് പുനരധിവാസത്തിന് സഹായം തേടി മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമന്ത്രിയെ കാണും. കേരളം ആവശ്യപ്പെടുക 2000 കോടിയുടെ പ്രത്യേക പാക്കേജ്. വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പ്രവർത്തിച്ച സ്കൂളുകളിൽ ക്ലാസുകൾ ഇന്ന് ആരംഭിക്കും. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ വിദ്യാർത്ഥി പ്രതിഷേധം. പശ്ചിമബംഗാൾ ഛാത്ര സമാജിന്റെ നേതൃത്വത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച്. 6000 പോലീസും ത്രിതല സുരക്ഷാ സംവിധാനവും ഒരുക്കി ബംഗാൾ സർക്കാർ. സുപ്രീം കോടതി നിയോഗിച്ച ദേശീയ കർമ്മസമിതിയുടെ ആദ്യ യോഗം ഇന്ന്.